ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് നിലാവിനെ പ്രണയിച്ചാൽ അതിന് ബാക്കി ഭാഗം കേൾക്കാം. വീഡിയോയുടെ ലെന്ത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട ആൾക്കാർ വന്നിട്ടുണ്ട്. സോറി, അതിന് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ലിപിയിലെ എഴുത്തുകാരിയാണല്ലോ, അപ്പോൾ ഞാൻ എൻ്റെ കൃതികളൊക്കെ ലിപിയിൽ ഓരോ എപ്പിസോഡായിട്ട് അവിടെ അപ്ലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഓരോ എപ്പിസോഡായിട്ടാണ് ഞാൻ ലാപ്പിൽ വായിക്കുന്നത്. അപ്പോൾ ലാപ്പിൽ വായിക്കുമ്പോൾ അത് അടുത്ത എപ്പിസോഡ് എനിക്ക് മാറ്റിയെടുക്കണേ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവിടെ ലാഗാകും. അതുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡ് വെച്ച് ഇടുന്നത്. സോറി, ലെന്ത് കൂട്ടാൻ നിർവാഹമില്ല. ഉള്ളത് ഞാൻ എഴുതിയിട്ടിരിക്കുന്നത് അതേപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം. ഓക്കെ. മീഡിയ വിഷയം ആഘോഷമാക്കി മാറ്റി. ചർച്ചകൾ, നിരൂപണം എന്ന് വേണ്ട എല്ലാമുണ്ട്. അർച്ചന കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. അർച്ചനയ്ക്ക് വേണ്ടി ഹാജരായ ദുവ മെൻസാരി എന്ന അഡ്വക്കേറ്റിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർ അർജുനൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടുകൂടി അർച്ചനയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ആ കേസിൽ തെളിവില്ല എന്ന ഒറ്റ കാരണത്തിലായിരുന്നു അർജുനെ കോടതി വെറുതെ വിട്ടത്. ഇപ്പോൾ കോടതിക്കും തെറ്റുപറ്റിയിരിക്കുന്നു. ആദ്യ ന്യൂസൊക്കെ കാണുന്നുണ്ട്, ഒക്കെ കേൾക്കുന്നുമുണ്ട്. തൻ്റെ കുഞ്ഞിപ്പാത്തുവിനെ കൊല്ലാൻ ശ്രമിച്ചവനെ ടി വി കണ്ടപ്പോൾ പോലും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവനവളെ കാണണമെന്ന് തോന്നി. മാളൂട്ടി, മോളെ, എന്താ ഏട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാം. ഞാൻ ഏട്ടനോട് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. നീ ഒരുങ്ങി. ശരി ഏട്ടാ, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാകാം. അവർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഇതേ സമയം ഹോസ്പിറ്റലിൽ ദുവ ആദിയെപ്പറ്റി തന്നെ ഓർത്ത് കിടക്കുകയായിരുന്നു. അവൾക്ക് ആദിയെ കാണണമെന്ന് തോന്നി. അവളെ റൂമിലേക്ക് മാറ്റിയിരുന്നു. കാലിനും കൈക്കും കുടിവും ശരീരം നിറയെ ഒരുപാട് ചതവുകളുണ്ട്. പാവം നമ്മുടെ ദുവ ഒരുപാടേറെ വേദന തിന്നു കഴിഞ്ഞു ഇതിനകം. പെട്ടെന്ന് റൂമിലേക്ക് കടന്നു വന്ന ആളെ കണ്ടതും അവിടെ കണ്ണുകൾ തിളങ്ങി. താൻ കാണാൻ ആഗ്രഹിച്ച, ഒരുപാട് ഇഷ്ടത്തോടെ കാത്തിരുന്ന ആൾ. ഇതാണ് റിയൽ സ്നേഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവൾ ആഗ്രഹിച്ചപ്പോഴെല്ലാം അവൻ അവൾക്കരികിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇതാ എത്തിക്കഴിഞ്ഞു. ആയിഷ ഉമ്മക്ക് രണ്ടുപേരെയും കണ്ടപ്പോൾ സന്തോഷം തോന്നി. മോളെ, മാളുവേ, ഉമ്മ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. മോളിവിടെ ഉണ്ടാവുമല്ലോ. ഞങ്ങളുണ്ടാവും ഉമ്മ. ഉമ്മ ധൈര്യമായിട്ട് പോയിട്ട് വന്നോ. ഉമ്മ സമാധാനമായിട്ട് പതുക്കെ എത്തിയാൽ മതി. ആയിഷ ഉമ്മ വീട്ടിലേക്ക് പോയി. മാളുട്ടിയെ കണ്ട് ദുവയുടെ കണ്ണുകൾ ഏട്ടനിലാണ്. ഏട്ടനാണെങ്കിൽ മസിലും പിടിച്ച് നിൽക്കുവാണ്. ഈ ഏട്ടൻ്റെ ഒരു കാര്യം. അവൾ അവനെ പിടിച്ച് ദുവയ്ക്കരികിലേക്ക് ഇരുത്തി. അവൻ കണ്ടു തൻ്റെ കുഞ്ഞിപ്പാത്തുവിൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. അതിൽ നിറയെ തന്നോടുള്ള സ്നേഹം മാത്രം. എന്താടാ, അവൻ മൃദുവായി ചോദിച്ചു. അവനെ നെറുകയിൽ ഒരു ചുംബനം നൽകണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. അവൻ്റെ മനസ്സറിഞ്ഞിട്ട് എന്നവണ്ണം മാളൂട്ടി പതുക്കെ ഇറങ്ങി പുറത്തേക്ക് നടന്നു. ആ നിമിഷം തന്നെ അവൻ്റെ അധരങ്ങൾ ആ നെറുകയിൽ അമർന്നു. അവൻ മൃദുവായി അവളെ ചുംബിച്ചു. പതുക്കെ, വളരെ പതുക്കെ ആ ചുണ്ടിൽ തൻ്റെ അധരങ്ങൾ ചേർത്ത് കുഞ്ഞിപ്പാത്തു, അവൻ പതുക്കെ അവളെ വിളിച്ചു. എന്തോ അവൾ വിളി കേട്ടു. നിനക്ക് വേദനയുണ്ടോ? ഇല്ലെന്നവൾ തലയാട്ടി. എന്നിട്ട് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഈ കുഞ്ഞിപ്പാത്തി ഇനി ഒരിക്കലും ആർക്കായും ആദിയെ വിട്ടുകൊടുക്കില്ല. ഒന്നിനു വേണ്ടിയും അതിനെ വിട്ടുകളയില്ല എന്ന മട്ടിൽ അവനെ ഇറുകെ കെട്ടിപ്പുണർന്നങ്ങനെ ഇരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.